എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ജപ്പാനിലെ ഈ ജീവിതത്തിൽ എനിക്ക് ഇവിടെ വെച്ച് കാണുവാൻ സാധിച്ച ഒരു ആത്മീയ നേതാവ് ആണ് അമൃതാനന്ദമയി. അമൃതാനന്ദമയി ദേവിയെ കേരളത്തിൽ ഒന്നും പലപ്പോഴും നമുക്ക് സന്ദർശിക്കുവാൻ സാധിക്കില്ല. അത്രമാത്രം തിരക്കും ആൾക്കൂട്ടവും എല്ലാം ഉണ്ട്. മാത്രവുമല്ല, അവിടെ ഞാൻ ഒരു ക്രിസ്തീയ വിശ്വാസി അവിടെ ഒന്ന് പോയി കാണുക എന്ന് പറയുന്നത് ചിലപ്പോൾ അതും വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയായിരിക്കും. എന്തായാലും ഇവിടെ ജപ്പാനിലായതിനാൽ ഞാൻ 2 പ്രാവശ്യം അമൃതാനന്ദമയി ഇവിടെ എല്ലാ വർഷവും കൊറോണയ്ക്ക് മുമ്പ് കൃത്യമായ രീതിയിൽ എല്ലാ വർഷവും ഇവിടെ വന്നിരുന്നു. അവർക്ക് ഇവിടെ കുറച്ച് ഫോളോവേഴ്സും ഉണ്ട്. അപ്പോൾ അവരെ എനിക്ക് ഇവിടെ വെച്ച് 2 പ്രാവശ്യം കാണുവാൻ അവർക്ക് സാധിച്ചു. അവരെ ആലിംഗനം ചെയ്ത് 2 പ്രാവശ്യം ഞാൻ എൻ്റെ അമ്മയെ കാണുന്ന അതേ രീതിയിൽ അവരെ കണ്ട് വളരെ സ്നേഹപൂർവ്വം അവരുമായിട്ട് സംസാരിച്ച് ഞാൻ ഓർക്കുന്നു. ഞാൻ അവരെ കാണുന്ന സമയത്ത് അവരുടെ കൂടെയുള്ള പുറകിൽ നിൽക്കുന്ന ശിഷ്യയായിരിക്കണം. അവരോട് മലയാളി ഓരോ ജാപ്പനീസ് ആളുകളാണ് ഇവിടെ കൂടുതലും അവരെ കാണുവാൻ വരിയായിട്ട് നിന്നിരുന്നത്. അപ്പോൾ മലയാളി വരുമ്പോൾ മലയാളിയാണ് എന്ന് അവർ നിർദ്ദേശം മുൻപ് പറഞ്ഞപ്പോൾ അവരെന്നോട് മലയാളത്തിൽ തന്നെ മോനെ എന്തുണ്ട് വിശേഷം, ഇവിടെ എന്ത് ചെയ്യുന്നു എന്നെല്ലാം ചോദിക്കുകയും ഞാനിവിടെ റെസ്റ്റോറൻ്റാണ് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ റെസ്റ്റോറൻറ്റ് പ്രവർത്തനങ്ങൾ എങ്ങനെ എല്ലാ കാര്യങ്ങളും അവരെന്നോട് ഒരു അമ്മ മോനോട് തിരക്കുന്നത് പോലെ തിരക്കിയ അനുഭവമെല്ലാം ഞാൻ ഇവിടെ ജപ്പാനിൽ ആയിരുന്നതുകൊണ്ട് ആണ് അവരെ അന്ന് കാണുവാനും പരിചയപ്പെടുവാനും എല്ലാം കഴിഞ്ഞത്. എന്തായാലും അങ്ങനെ പല ആത്മീയ നേതാക്കളുമായിട്ട് കാണുവാൻ ഇടയായ ഒരു അനുഭവം അത് ജപ്പാനിലെ ഈ ജീവിതത്തിൽ ഉണ്ടായി. അത് ഇവിടെ ഞാൻ പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പല സന്ദർശനത്തിനായിട്ട് ഇവിടെ ജപ്പാനിൽ വന്ന പലരെയും പരിചയപ്പെട്ട കൂട്ടത്തിൽ എനിക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞ കേരളത്തിൻ്റെ വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ അംബികാസുധൻ മങ്ങാട്, പ്രൊഫസർ അംബികാസുധൻ മങ്ങാട് ഒരിക്കലും ഇവിടെ വന്നപ്പോൾ ഞാൻ വീട്ടിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹവുമായിട്ട് സൗഹൃദം പങ്കുവച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെപ്പറ്റിയും അതിനു മുമ്പ് എനിക്ക് അദ്ദേഹത്തെ പറ്റി അറിയില്ല. മാത്രമല്ല, ഞാൻ മലയാളം വായന ഇവിടെ വന്ന ശേഷം മലയാളം നോവലുകളോ മറ്റു പുസ്തകങ്ങളോ ഒന്നും വായിക്കുവാൻ ഇവിടെ കിട്ടിയിരുന്നുമില്ല. ഞാൻ വായനാശീലം മലയാളത്തിൽ തീർത്തുമില്ലായിരുന്നു. ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും വായിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ എൻ മഗജെ എന്ന ആ ഒരു പുസ്തകം അദ്ദേഹത്തെ പരിചയപ്പെട്ട ശേഷമാണ് ഞാൻ വായിക്കുന്നത്. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതത്തിൻ്റെ ഭീകരത അത് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ആഖ്യാന ശൈലിയിൽ വർണ്ണിച്ചിരിക്കുന്ന ആ എൻ മഗജെ വായിക്കുവാൻ കഴിഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തെ ഇവിടെ വെച്ച് പരിചയപ്പെടുവാൻ അതിന് ശേഷം ആണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പല പുസ്തകങ്ങളും എനിക്ക് വായിക്കുവാൻ സാധിച്ചു. അങ്ങനെ ആ ഒരു വായനയുടെ ലോകത്തിലേക്ക് വീണ്ടും എന്നെ കൂട്ടിക്കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സൗഹൃദമാണ്. അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഞാൻ ഓർക്കുന്നു ഗോപിനാഥ് മുതുകാട് സാറാണ്. അദ്ദേഹം ജപ്പാനിലേക്ക് പോകുമ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞ് എൻ്റെ നമ്പരും എല്ലാം വന്ന് കൊടുക്കുന്നത്. അവർ തമ്മിലും നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെ ഇവിടെ ജപ്പാനിൽ ജീവിക്കുമ്പോൾ പല നല്ല വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുവാനും അവരുമായിട്ടെല്ലാം, അതും ഫുജിഗംഗയുടെ കീഴിലുള്ള പല പ്രവർത്തനങ്ങൾ ഞാൻ ഓർക്കുന്നു. മുൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹവും കുടുംബവുമായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തെ ഇവിടെ സ്വീകരിക്കുവാനും അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുവാനും ഒന്ന് ഞങ്ങൾക്ക് സാധിച്ചു. എൻ്റെ മോന് ട്രാവൽ രംഗത്തും ഇപ്പോൾ സജീവമാണ്. അപ്പോൾ അദ്ദേഹവും ഇത്തരം വരുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഫുജിഗംഗയുടെ പ്രവർത്തനം ജപ്പാനിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് പല നല്ല അനുഭവങ്ങളും ഇവിടെ പല ആളുകളെയും എനിക്ക് പരിചയപ്പെടുവാൻ, അവരുമായിട്ട് സൗഹൃദം പങ്കെടുക്കുവാനും എല്ലാം കഴിയുന്നു എന്നത് ഒരു വലിയ ചരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്.